അപ്പൊ ശരത്തേട്ട സംഗീത ചേച്ചി നമ്മൾ റെഡ് കാർപ്പറ്റിന്റെ വേദിയിൽ ഇങ്ങനെ വന്നിരിക്കുകയാണ്. അപ്പൊ ആദ്യം തന്നെ നിങ്ങളുടെ വിശേഷങ്ങൾ പറയുന്നതിന് മുൻപ് ഞാനൊരു കോംപ്ലിമെന്റ് കൊടുത്തോട്ടെ ഈ ചേട്ടന്. അതായത് ഞാൻ കുറെ നാള് മുമ്പ് കണ്ടു, അതിനു മുമ്പ് കണ്ടു, ഇപ്പൊ കണ്ടു, എപ്പോ കണ്ടാലും ഇങ്ങനെ ഒരേപോലെ ഈ സൗന്ദര്യം കാത്തു സൂക്ഷിക്കുന്നതിന്റെ കഴിവെന്താണ്? ഒന്നുമില്ല എന്ന് പറയുന്നതിൽ ഞാൻ യോജിക്കുന്നില്ല. എന്തോ ഉണ്ട് മനസ്സിന്റെ ഈ ഒരു നൈർമല്യം എന്ന് പറയുന്നത് അത് ഉണ്ടെങ്കിൽ മനസ്സ് നന്നാവണം. ചിന്തകൾ നൈർമല്യം എടുത്ത് നമ്മള് ശരീരത്തിൽ അത് വന്നുകൊള്ളും. പൂശും. പിന്നെ കുശുമ്പോ കുന്നായ്മ ഒന്നും പാടില്ല അല്ലേ? മനസ്സ് എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കണം. അതാണ് ശരത്തിന്റെ പോളിസി. ഓക്കെ. ആൻഡ് ഒരു എന്താ പറയുക, കൃഷ്ണനായിട്ടാണ് നമ്മുടെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും കൂടുതൽ ഇഷ്ടം കാണാനൊക്കെ അല്ലേ? സോ ആ ഒരു വേഷം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എന്തെങ്കിലും നല്ലൊരു എക്സ്പീരിയൻസ് ഓർമ്മയുണ്ടോ? ഒരുപാട് നല്ല എക്സ്പീരിയൻസസ് ഉണ്ട്. കാരണം പ്രത്യേകിച്ച് ഇപ്പോഴും ശ്രീകൃഷ്ണനെ കാണുമ്പോൾ ശരത്തിന്റെ മുഖം ഓർമ്മ വരുന്നു എന്ന് ചിലരെങ്കിലും ഇപ്പോഴും പറയാറുണ്ട്. പിന്നെ ഭഗവാനെ ഇഷ്ടപ്പെടാത്ത ആരുമില്ല. അതുകൊണ്ട് ഭയങ്കര ഒരു എന്താ പറയാ, കരിയറിലെ ഏറ്റവും നല്ലൊരു സംഭവമായിരിക്കും അതല്ലേ, അങ്ങനെ ഒരു ക്യാരക്ടർ കിട്ടി, അത് ആൾക്കാരെ ഏറ്റെടുത്തു, ഇപ്പോഴും അത് മനസ്സിൽ കൊണ്ടെടുക്കാന്ന് പറഞ്ഞത്. തീർച്ചയായിട്ടും. ആൻഡ് സംഗീത ചേച്ചിയുടെ കാര്യം പറയൂ. അതായത് ഭയങ്കര കുട്ടിത്തം നിറഞ്ഞ സംസാരവും സൗണ്ടൊക്കെ ആണ് അല്ലേ? ആൻഡ് കുട്ടിത്തമുള്ള ക്യാരക്ടേഴ്സ് ആണോ കൂടുതൽ ചെയ്തിട്ടുള്ളത്? കുട്ടിത്തമുള്ള ക്യാരക്ടേഴ്സ് ഒക്കെ ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടുണ്ട്. പണ്ടൊക്കെ ഒരുപാട് കുട്ടിത്തോളം ക്യാരക്ടേഴ്സ് ഒക്കെ സ്റ്റാർട്ടിങ് സമയത്ത് ഒത്തിരി ചെയ്തിട്ട് അത് തന്നെ ചെയ്തത്. ഇത് കട്ട് പറയുമ്പോഴാണ് ഇതിന് കുട്ടിത്തം തുടങ്ങുന്നത്. കണ്ടില്ലേ, ഇത് പാറയിലിട്ട് ചിരി. പിന്നെ ഇപ്പൊ മൊത്തം വില്ലത്തിയാണോ? വില്ലത്തിയല്ല, എല്ലാം ചെയ്യും. ഈ നിങ്ങൾക്ക് യാത്രകളൊക്കെ ഒരുപാട് ചെയ്യുന്ന ആരാണ് ഈ കൂട്ടത്തില്? ചേച്ചിയാണോ ശരത്തേട്ടനാണോ? എനിക്ക് തോന്നുന്നു ഞാൻ അധികം യാത്രയൊന്നുമില്ല. ഇല്ല. ഈ എന്താ നമ്മളിപ്പോ ഒരു കുറെ ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് ഒരു ബ്രേക്ക് എടുക്കും, നമ്മൾ നേരെ പോകുന്നു സോളോ ട്രിപ്പ്, മാൽദീവ്സ്, കുളു മണാലി, ലഡാക്ക്. സോളോ ട്രിപ്പ് അല്ല, എന്റെ ഫാമിലി ട്രിപ്പ്. എനിക്കും അതെ, ഞാനും പോവാണെങ്കിൽ ഫാമിലി ട്രിപ്പ്. നിങ്ങൾക്ക് ഈ സോളോ ട്രിപ്പിംഗ് ഇഷ്ടമല്ല? നമ്മള് കല്യാണത്തിന് മുമ്പ് ഞാൻ ചില ഇതേപോലെ ഷോസിനും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. പിന്നെ വിവാഹം കഴിഞ്ഞ് 10 വർഷം കഴിഞ്ഞിട്ടാണ് നമ്മള് ഫാമിലി ആയിട്ട് ഫസ്റ്റ് ഒരു ട്രിപ്പ് പോകുന്നത്. അതായത് 10 വർഷം കഴിഞ്ഞിട്ട്. അതായത് ആ ഫസ്റ്റ് 2 കൊല്ലം കഴിഞ്ഞപ്പോ ഒരു കുട്ടിയായി, പിന്നത്തെ അടുത്ത കുട്ടിയായി. പിന്നെ അവളും വർക്കിംഗ് ആണ്, ആള് ഹോസ്പിറ്റലിലെ സീനിയർ ഓഡിയോളജിസ്റ്റ് ആണ്. അപ്പൊ രണ്ടുപേരുടെയും ഇത് വന്നിട്ട് നമ്മൾ ആദ്യം പോയത് സ്പെയിനിലാണ്. അവൾക്ക് ഫുട്ബോൾ ഭയങ്കര ക്രേസ് ആണ്. മെസ്സിയെ കാണണം എന്ന് പറഞ്ഞു. നമ്മളവിടെ പോയി. പിന്നെ മെസ്സിയെ കണ്ടു. നമ്മള് ക്യാമ്പ് നൗ അന്ന് മെസ്സി ഇവിടെയാണ്, ബാഴ്സലോണയിലാണ്, ഇപ്പൊ അല്ലല്ലോ. അപ്പോൾ അവിടെ ക്യാമ്പ് നൗ സ്റ്റേഡിയത്തിൽ തന്നെ നമ്മൾ പോയി ടിക്കറ്റ് ബുക്ക് ചെയ്ത് നമ്മൾ അത്ര ഒരു 80,000-85,000 പീപ്പിൾ ഉണ്ടായിരുന്നു. അത് വി എൻജോയ്ഡ്. അപ്പൊ അതിനുശേഷം വർഷത്തിലൊരിക്കൽ പോണം, ഒരു ട്രിപ്പ് പോണം എന്നുള്ളൊരു പ്ലാനിങ്ങിൽ ഇങ്ങനെ ഇരിക്കുന്നു.